കഴിച്ച് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് സീ ഫുഡിന്റെ ഒരു കലവറ തന്നെ ആയിപ്പോയി കേട്ടോ. സൂപ്പർ. എന്റെ മോനെ സ്റ്റാർട്ടഡ് വിത്ത് നാടൻ മട്ടൺ സൂപ്പും സ്റ്റാർട്ടറായിട്ട് ക്രാക്കഡ് ചിക്കൻ. സീ ഫുഡ് ബക്കറ്റിന് ശേഷം കനാൽ പോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ 3 ചട്ടിയിൽ കെട്ട ഐറ്റംസ് ആണ്. നല്ല ക്രീമി ചെമ്മീനും തേങ്ങ അരച്ച പോലെ നല്ല ഞണ്ടും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള കല്ലുമ്മക്കായുള്ള 3 സ്പെഷ്യൽ മസാലയിൽ വരുന്ന ഒരു കോംബോ. ഈ ഒരു കെട്ടിൻ്റെ കൂടെ വരുന്നതാണ് നല്ല പാൽക്കപ്പയും നല്ല നൂല് പോലെ അടിച്ചിടാക്കിയ പൊറോട്ടയും. പുതിയൊരു സാധനം കൂടി വന്നിട്ടുണ്ട്, ബോൺ മാരോ. ബീഫിൻ്റെ നമ്മുടെ പോത്തുംകാലില്ലേ, അതിൻ്റെ മജ്ജയൊക്കെ നമുക്ക് ഇങ്ങനെ അടിച്ചു പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് സ്പൂണോടെ തന്നെ കോരി എടുക്കാൻ പറ്റും. ആ ഒരു കല്ലുമ്മക്കായും പറിച്ചെടുത്തിട്ട് കുറച്ച് പൊറോട്ടയും കൂടിയിട്ട് അടിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നല്ല സ്പൈസി മസാല. പാൽക്കപ്പയും ഞണ്ടും പിന്നെ അതിൻ്റെ കൂടെ പാൽക്കപ്പയും കല്ലുമ്മക്കായിൻ്റെ ആ സ്പൈസി മസാലയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റ്. ഞണ്ട് കാണാൻ അങ്ങനെ ഒരു മസാല പിടിക്കാത്ത പോലെ ഉണ്ട്, പക്ഷെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ല കുഴന്നുണ്ടായതുകൊണ്ട് നല്ല മീറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ബോൺമാരോൻ്റെ നല്ല കിട്ടില്ല മസാല. ചെമ്മീന് നണ്ട് സൂപ്പറാണ്. പോത്തുംകാലോട് യുദ്ധം ചെയ്യുന്ന ഒരു രീതിയാണ് കാണാം. ബോൺ മാരോ അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂൺ ഇടുമ്പോൾ തന്നെ അങ്ങനെ കുത്തുമ്പോൾ തന്നെ സാധനം വന്നു കേട്ടോ. പോത്തിന്റെ മജ്ജ അങ്ങ് കാലിന്റെ മജ്ജ അങ്ങ് ശരിക്കും സ്പൂണിൽ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. അതിനുള്ളിലുണ്ട് മജ്ജ. ഈ മജ്ജ രണ്ടാമത് ഫില്ല് ചെയ്ത് തരോ? എന്റെ മോനെ ഒരു പോത്തിന് ഇത്രയെല്ലാം മജ്ജ ഉണ്ടാവോ? ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. കല്ലുമ്മക്കായ്ക്ക് സാധാരണ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുമ്മക്കായ്ക്ക് ആഡ് ചെയ്യുന്ന സ്പൈസി മസാലയാണ്. എത്രത്തോളം ഹോട്ടാകുന്നു അതുപോലെ ടേസ്റ്റും കൂടും കേട്ടോ. കല്ലുമ്മക്കായിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അത് നല്ലൊരു ഹോട്ട് സ്പൈസി ആയിട്ട് വരുമ്പോൾ തന്നെയാണ് മസാല എത്രത്തോളം നന്നാകുന്നുണ്ട്. ഇപ്പം തൊലിൻ്റെ അകത്തുനിന്ന് ആ ഒരു കല്ലുമ്മക്കായും പറിച്ചെടുത്തിട്ട് കുറച്ച് പൊറോട്ടയും കൂടിയിട്ട് അടിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ഉണ്ടാകും. നല്ല സ്പൈസി മസാല. കല്ലുമ്മക്കായ്ക്ക് ടച്ച് ആക്കേണ്ട മസാല എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ആയിരിക്കണം കല്ലുമ്മക്കായ്ക്ക് ആഡ് ചെയ്യേണ്ടത്. സ്പെഷ്യൽ മസാല സൂപ്പർ. ചെമ്മീൻ എങ്ങനെയുണ്ട്? നെരിയ പാൽക്കപ്പയും ചെമ്മീനും. ഇവിടെ പാൽക്കപ്പയും ക്രീമി ചെമ്മീനും പിന്നെ ബോൺ മാരോവും. ഇവിടെ കല്ലുമ്മക്കായും നല്ല മൊരിഞ്ഞ പൊറോട്ടയും. ഞണ്ടിൻ്റെ ഈ ചണ്ണക്കാലിലാണ് ഏറ്റവും ഇറച്ചി ഉണ്ടാവില്ല. ഈ കാലിൽ അത് ആദ്യം ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഴിക്കണം, വേറെ ടേസ്റ്റ് കേട്ടോ. ചണ്ണക്കാലിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ മീറ്റ് ഉണ്ടായത്. ഈ കാല് നോട്ട് ചെയ്തു കേട്ടോ. കല്ലുമ്മക്കായൻ്റെ ഉള്ളിലേക്ക് പാൽക്കപ്പ ഇട്ടിട്ട് ആ സ്പൈസി മസാലയും പാൽക്കപ്പയും വേറെ ലെവല്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതേപോലെ ഞണ്ടും. ഞണ്ട് കാണാൻ അങ്ങനെ ഒരു മസാല പിടിക്കാത്ത പോലെ ഉണ്ട്, പക്ഷെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. സീ ഫുഡിനോട് പ്രത്യേക കമ്പുള്ള നമ്മളെ പോലത്തെ ഞണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കടൽ ഞണ്ടിൽ എപ്പോൾ ഉള്ളിൽ ഇറച്ചി പേടായി. ഇത് നല്ല പുഴന്നുണ്ടായതുകൊണ്ട് നല്ല മീറ്റ് ഉണ്ട് കേട്ടോ ഇതിൽ. സൂപ്പർ ഞണ്ടാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ബോൺമാരോൻ്റെ നല്ല കിട്ടില്ല മസാല. നൂൽ പൊറോട്ടയും ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ടോട്ടലി സൂപ്പറാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ ഇതില്? സൂപ്പർ ഐറ്റം എന്ന് പറയാനുള്ളത് നമ്മുടെ ചെമ്മീൻ്റെ ആ ഒരു ഐറ്റം തന്നെയാണ്. വളരെ സൂപ്പർ ഐറ്റം ഉണ്ട് കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ചെമ്മീന് നണ്ട് സൂപ്പറാണ്.
ചെമ്മീൻ വേറെ തന്നെ ഫ്ലേവറാണ്, വേറെ തന്നെ വെറൈറ്റി ആണ് ഐറ്റം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോൺമാരോ ബീഫ്. ഞാനൊരു ബീഫിൻ്റെ ഫാനായതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോൺമാരോ. അതിൻ്റെ മജ്ജയും പൊറോട്ടയും ആ മസാലകൾ കൂട്ടി കഴിക്കാണ്ടല്ല. സ്ട്രോബെറിന്റെ ഒറിജിനൽ ഫ്ലേവറാണ് വരുന്നത്. സ്ട്രോബെറി സ്വീറ്റ് ബൺ കഴിക്കാൻ മറക്കണ്ട. നല്ല ഡ്രൈ ഫ്രൂട്ട്സും ഫ്രഷ് സ്ട്രോബെറി ഒക്കെ ഇട്ടൊരു ഡെസേർട്ട്. ലൊക്കേഷൻ എൻ്റെ സ്വന്തം നാടായ കണ്ണൂർ ചൂട്ടാട് ബീച്ച് പാർക്കിനടുത്തുള്ള കനാൽ പോർട്ട് റെസ്റ്റോറൻറ്റ്.